നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക്നോ ഷാനിക് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ ഷാനിക്. സുഹൃത്തുക്കളെ, നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് റെഡ്മി നോട്ട് 7 പ്രോയുടെ നേരെ എതിരാളിയായ റിയൽമി എന്ന കമ്പനിയുടെ റിയൽമി 3 പ്രോ എന്ന ഇന്ന് ലോഞ്ച് ചെയ്ത സ്മാർട്ട് ഫോണിനെ കുറിച്ചിട്ടാണ്. സോ അതിൻ്റെ സ്പെസിഫിക്കേഷനും മറ്റും കൂടുതൽ അറിയാനായിട്ട് ഈ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. സുഹൃത്തുക്കളെ, വീഡിയോ തുടങ്ങുന്നതിന് മുന്നായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വളരെയധികം ക്രൈസുള്ള ആളാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ വളരെയധികം ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളാണ്, പക്ഷേ നിങ്ങൾക്ക് ലൈക്സ് കുറവാണ് വരുന്നത്, ഫോളോവേഴ്സ് ഇല്ല എന്നുള്ള വിഷമം ഉള്ളവർക്ക് ഒരു വഴിയുണ്ട്. നിങ്ങൾക്ക് ഫോളോവേഴ്സ് കൂട്ടണമെന്നുണ്ടെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ ലൈക്സ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ബോട്ട്സ് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ഇതിനെല്ലാമായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെർവറുകളെ കുറിച്ച് പഠിക്കാനും പല സെർവർ വർക്കുകളെ കുറിച്ച് അദ്ദേഹം പഠിപ്പിക്കുകയും ചെയ്യാറുണ്ട്. സോ ഇതെല്ലാം നിങ്ങൾക്ക് പഠിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം വളരെ കുറഞ്ഞ നിരക്കിലാണ് അദ്ദേഹം വിൽക്കുകയെല്ലാം ചെയ്യുന്നത്. സോ അദ്ദേഹത്തിൻ്റെ പേര് ഷയ്യാൻ എന്നാണ്. സോ ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. സോ അദ്ദേഹം ഇതുപോലെയൊക്കെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സെർവർ വൈസ് ആയിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ബോട്ട്സും എല്ലാം തരുന്നതായിരിക്കും, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് കൂട്ടി തരുന്നതായിരിക്കും, ഇൻസ്റ്റാഗ്രാം ലൈക്സ് അങ്ങനെ എല്ലാം അതിൽ ഉൾപ്പെടുന്നതായിരിക്കും. വളരെ കുറഞ്ഞ നിരക്കാണ് അദ്ദേഹം വാങ്ങുന്നത്. 100% ജെന്യൂൻ ആണ്, ഒരു ചീറ്റിംഗ് ഇല്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ വിശ്വസിച്ച് വാങ്ങാവുന്നതാണ്. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വാട്സാപ്പിലേക്ക് റീഡയറക്റ്റ് ആയിട്ട് അതിൽ നിന്നും അദ്ദേഹത്തിന് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി, അദ്ദേഹം ഫോൺ എടുക്കുന്നതായിരിക്കും. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. റിയൽമി 3 പ്രോ 6.3 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേയാണ് ഈ ഫോണിലുള്ളത്. അതും കൂടാതെ തന്നെ അവരുടെ ഒരു ടിപ്പിക്കൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് കൂടി ഈ ഫോണിൽ അവൈലബിൾ ആണ്. അതും കൂടാതെ ഗൊറില്ല ഗ്ലാസ് 5യുടെ പ്രൊട്ടക്ഷൻ തന്നെയാണ് ഈ ഫോണിലും അവർ നൽകിയിരിക്കുന്നത്. ഈ ഫോണിനെ ക്യാമറ ബീസ്റ്റ് എന്നാണ് മാധവ് ഷെയ്ത്ത് വിളിക്കേണ്ടത്, റിയൽമിയുടെ CEO. കാരണം അതിന്റെ ക്യാമറ തന്നെയാണ്, വളരെ മികച്ച ക്യാമറയാണ് റിയൽമി 3 പ്രോയിലുള്ളത്. എക്സാമ്പിൾ ഒരുപാട് സാമ്പിൾസ് അവർ കാണിക്കേണ്ടത്, വളരെ ബെസ്റ്റ് ഫോട്ടോസാണ് റിയൽമി 3 പ്രോയിൽ നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. കാരണം അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സോണിയുടെ IMX519 എന്ന സെൻസറാണ്. വളരെ സൂപ്പർ ഫോട്ടോഗ്രാഫി സ്കിൽസ് തരാനുള്ള സാധ്യതയുള്ള ഒരു ക്യാമറ തന്നെയാണ്. കാരണം അത് OnePlus 660 പോലുള്ള ഏകദേശം ഫ്ലാഗ്ഷിപ്പ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ ഉപയോഗിക്കുന്ന ക്യാമറ ആയതുകൊണ്ട് തന്നെ 16+5 മെഗാപിക്സൽ ഡുവൽ ക്യാമറ സെറ്റപ്പ് പിൻഭാഗത്ത് നിങ്ങൾക്ക് നല്ലൊരു ക്യാമറ ഫോട്ടോ ക്ലാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. ഇനി ഫ്രണ്ട് ക്യാമറയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 25 മെഗാപിക്സലിൻ്റെ ഒരു നല്ല ക്യാമറ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നു. അതിലൂടെ തന്നെ വളരെ നല്ല ഫോട്ടോസ്, ഞാൻ ഒരുപാട് പിക്ചർ സാമ്പിൾസ് കാണാനായി വളരെ ബെസ്റ്റ് ആൻഡ് ക്ലിയർ ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. പ്രോസസ്സറിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 700 സീരീസിലോട്ട് പോയിരിക്കുകയാണ്. സ്നാപ്ഡ്രാഗൻ്റെ 710 സീരീസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് റെഡ്മി നോട്ട് 7 പ്രോയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർ 600 സീരീസ് ആണ്. പക്ഷേ സ്നാപ്ഡ്രാഗൺ 675 ഇതിനേക്കാളും എഫിഷ്യൻസി കൂടുതലാണ്, ആക്യുറസി കൂടുതലാണ്. സോ അതൊരു ന്യൂ ജെൻ പ്രോസറാണ്. പക്ഷേ 710 സീരീസ് ആണെങ്കിൽ പോലും അതൊരു പ്രീ ഇയർ പ്രോസറാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്ത പ്രോസറാണ്. അതും കൂടാതെ ഈ പ്രോസറിൽ കുറച്ച് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്മി നോട്ട് 7 പ്രോ 11 നാനോമീറ്റർ ഫിൻഫെറ്റ് ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ 10 നാനോമീറ്റർ ഫിൻഫെറ്റ് ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബാറ്ററി കൺസംഷൻ വളരെയധികം കുറവായിരിക്കുന്നതാണ് പറയുന്നത്. ഗെയിമിങ്ങിനാണെങ്കിലും കുറച്ചുകൂടി നല്ല ഓപ്ഷൻ റെഡ്മി നോട്ട് 7 പ്രോ തന്നെ ആയിരിക്കും. ബാറ്ററിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ 4045 mAh ബാറ്ററിയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതും കൂടാതെ തന്നെ 3.0യുടെ വൂക്ക് ചാർജും കൂടി നിങ്ങൾക്ക് ഈ ഫോണിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ ഈ ഫോണിൽ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ചാർജർ ബോക്സിൽ തന്നെ അവൈലബിൾ ആണ്. ഇതിൽ ഏറ്റവും മോശം എന്ന് എനിക്ക് തോന്നിയ മൈക്രോ USB. ഇത്രയും 2019 ഞാൻ ഒരുപാട് തവണ പറയുണ്ടായി ടൈപ്പ് സി പോർട്ടിൽ അത് ഒരിക്കലും ഒരു ഫോണിന് അതിജീവിക്കാൻ കഴിയില്ല. ഇത്തവണയും അവർ ഉപയോഗിച്ചിരിക്കുന്നത് മൈക്രോ USB തന്നെയാണ്. സോ എനിക്ക് തോന്നുന്നില്ല ഈ ഫോൺ എത്രത്തോളം നിലനിൽക്കുമെന്ന്. മറ്റുള്ള സ്പെസിഫിക്കേഷൻ എല്ലാം ഓവറോൾ നല്ലത് തന്നെയാണ്. അതും കൂടാതെ തന്നെ നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസർ അവൈലബിൾ ആണ്, ഫേസ് അൺലോക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ColorOS 6 റൺ ചെയ്യാനായിട്ട് പോകുന്നത്. അതും കൂടാതെ തന്നെ ഡുവൽ സിം പ്ലസ് മൈക്രോ SD നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. 2 വേരിയന്റിലാണ് ഫോൺ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. 4+64, 6+128GB ആണ് ഈ ഫോണിന്റെ 2 വേരിയന്റ്സ് എന്ന് പറയുന്നത്. വളരെ നല്ല ലുക്കും ഫിനിഷും തന്നെയാണ് ഉള്ളത്. പ്ലാസ്റ്റിക് ബോഡിയാണ് എങ്കിൽ പോലും വളരെ നല്ല ഗ്ലേസി ഫിനിഷ് നിങ്ങൾക്ക് ആ ഫോണിലൂടെ ലഭിക്കുന്നതായിരിക്കും. ഈ ഫോണിന്റെ 4GB 64GB വില 13,999 രൂപയും 6GB 128GB വില 16,999, അതായത് 17,000 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ല ചോയ്സ് ആണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും റെഡ്മി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഫോണിലോട്ട് പോകുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളെ അതിൽ സജസ്റ്റ് ചെയ്യില്ല. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി വീഡിയോ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, കൊടുക്കാൻ ചെറിയ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക, സൗജന്യമാണ്. സോ ഞാൻ അടുത്തൊരു വളരെ തന്നെ വരും. അതുവരെ ഗുഡ് ബൈ.